ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചട്ടിയാണ്, മൺചട്ടിയാണ്. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ നമുക്ക് ഇതിനകത്ത് കൂട്ടാൻ വെക്കാൻ പറ്റത്തില്ല. അത് നമ്മളൊന്ന് മയക്കിയെടുക്കണം. മയക്കിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാത്ത ഒരു അവസ്ഥയിലാക്കി എടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ ചട്ടി മയക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണയും കഞ്ഞിവെള്ളവുമാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ഇച്ചിരി നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് ഈ വെളിച്ചെണ്ണ നമുക്ക് കൈകൊണ്ട് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടിയെടുക്കാം. ചട്ടി മയക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ മീൻ കൂട്ടാൻ ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാണല്ലോ വെക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലാതെ മറ്റെന്തെങ്കിലും ഓയിലാണെന്ന് വരികയില്ല. ആ ഓയിലിൻ്റെ ടേസ്റ്റ് ഈ ചട്ടിയെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടാൻ വെക്കുമ്പോഴത്തേക്ക് ആ എണ്ണയുടെ മണമായിരിക്കും വരുന്നത്. വെളിച്ചെണ്ണയുടെ മണം വരത്തില്ല. അതുകൊണ്ട് ചട്ടി മയക്കുന്നതിന് എപ്പോഴും വെളിച്ചെണ്ണ വേണം ഉപയോഗിക്കാനായിട്ട്. ഇതിനി ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞു. ഇതാ ചട്ടിക്കകത്ത് ഇവിടെ എല്ലാം നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ വരട്ടി വെച്ചിരുന്നതാണ്. ഇതെല്ലാം തേണ്ട ചട്ടി വലിച്ചെടുത്തു. ഇപ്പോൾ ഒരു ശകലം പോലും എണ്ണയില്ല, നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇനി വേണ്ടത് കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം അങ്ങോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കണം. കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ പുരട്ടി ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി നന്നായിട്ട് മയങ്ങി കിട്ടും. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് തിളപ്പിക്കാം. എന്നിട്ട് നമുക്ക് കാണാം. നമ്മൾ വെളിച്ചെണ്ണ പുരട്ടിയ ചട്ടി കഞ്ഞിവെള്ളം ഒഴിച്ച് തിളയ്ക്കുന്നതിനായിട്ട് വെച്ചിരുന്നു. ഇതൊരു 10-15 മിനിറ്റായി, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഈ കഞ്ഞിവെള്ളം നമുക്ക് കളഞ്ഞ് ചട്ടി നന്നായിട്ട് കഴുകിയെടുക്കണം. വിമ്മൊന്നും ഉപയോഗിക്കരുത്. സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കണം. കാരണം നമ്മൾ സോപ്പിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണയും വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യുന്നത് പോലെ ആ സോപ്പിൻ്റെ ലിക്വിഡും ഈ ചട്ടി അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയാകാവുള്ളൂ. വിമ്മൊരിക്കലും ഉപയോഗിക്കരുത്. കാരണം അത് നമ്മുടെ ആഹാരത്തിനകത്ത് ചെല്ലും. ഇനി ഇത് കഴുകി എടുത്തുകൊണ്ട് വന്ന് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ തൂത്ത് ഒരു മണിക്കൂറോളം നമുക്ക് വെയിലത്ത് വെക്കാം. എന്നിട്ട് ഈ ചട്ടിക്കകത്ത് നമുക്കിന്ന് ഉണക്കക്കൊഞ്ചും മാങ്ങായും കറി വെക്കാം. ചട്ടി നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നു, സ്ക്രബ്ബർ ഇട്ട് ഉരച്ച്. ഇപ്പോൾ ഇതിനകത്ത് ആ മണ്ണിൻ്റെ മണമൊക്കെ പോയിട്ട് ഒരു വെളിച്ചെണ്ണയുടെ മണമാണ് വരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ കൈകൊണ്ട് പുരട്ടിയിട്ട് വെയിലത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലൊക്കെ നമുക്ക് വെയിലത്ത് കൊണ്ട് വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം. ഇപ്പോഴേ 1-1.5 മണിക്കൂർ നേരം നമ്മൾ വെയിലത്ത് വെച്ച് നമ്മുടെ ചട്ടി ഇതേ പാകമായി. ആ വെളിച്ചെണ്ണ ഒഴിച്ചതെല്ലാം പറ്റി ചട്ടി ഇതെല്ലാം വലിച്ചെടുത്തു. ഇത്രയും വെളിച്ചെണ്ണയെ മിച്ചമുള്ളൂ. ചട്ടി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇനി ഉണക്കക്കൊഞ്ച് മാങ്ങയിട്ട് കറി വെക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണക്കക്കൊഞ്ചാണ് ആദ്യമെന്ന് തന്നെ വേണ്ടത്. നമ്മൾ ഒരു പാത്രത്തിൽ ഉണക്കക്കൊഞ്ചെടുത്തു. ഗ്യാസ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഇനി നല്ല ക്രിസ്പായിട്ട് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ തലയും വാലും മുറിച്ച് കളഞ്ഞ് കൂട്ടാൻ്റെ അകത്ത് ഇടുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ കൊഞ്ച് നന്നായിട്ട് ചൂടാക്കി. ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട്. 2-3-4 ചെറിയ ഉള്ളി. ഇനി മഞ്ഞൾ പൊടി വേണം.
മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഒരുപാട് മുളക് പൊടി ആവരുത്, കുറച്ച് നമുക്കിട്ടൊന്ന് അരച്ച് നോക്കാം. അരച്ച് കഴിഞ്ഞിട്ട് കളർ പോരായെങ്കിൽ വീണ്ടും നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഈ ചെറിയ സ്പൂണിന് 1 സ്പൂണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്, തരുതരാന്നുള്ള പാകത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ ഉണക്ക കൊഞ്ച് കറി വെക്കാനുള്ള അരപ്പ് തയ്യാറായി. ഇനി നമുക്ക് കൊഞ്ചൊന്ന് വൃത്തിയാക്കി എടുക്കാമേ. നാലും തലയും കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കണം. ഇങ്ങനെ പൊടിച്ച് കഴിയുമ്പോൾ കൊഞ്ചൊന്ന് പൊടിയുകയും ചെയ്യും, അതിൻ്റെ ഫ്ലേവർ കൂട്ടാൻ്റെ അകത്ത് വരികയും ചെയ്യും. ഇനി ഇതൊന്ന് കഴുകണം. ചട്ടിയും കഴുകിയിട്ട് നമുക്ക് കൂട്ടാൻ തയ്യാറാക്കാം. കൊഞ്ച് കഴുകി ചട്ടിക്കകത്തിട്ടു. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതോട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് മാങ്ങ ഇടാം. മാങ്ങ ഫ്രീസറിനകത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാങ്ങയാണ് നമ്മളിന്ന് കൂട്ടാൻ ചേർക്കുന്നത്. നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ പുളി വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ മുറിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കളർ ഒരു സ്വല്പം കുറവുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മതി. ഇനി ഇത് ഉപ്പ് നമുക്ക് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും കല്ലുപ്പ് നമുക്ക് അങ്ങോട്ട് ചേർക്കാം. വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി കറിയെ തിളച്ച് വെന്ത വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൂട്ടാനടുപ്പത്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റായി. എന്തായെന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ പറ്റി കളർ കണ്ട് ഇങ്ങനെ ഇരിക്കണം. ഞങ്ങൾ വെക്കുമ്പം കൊഞ്ചുമാങ്ങയുടെ കളർ ഇതാണ്. തേങ്ങ അരച്ച് മീൻ കൂട്ടാൻ വെക്കുമ്പോഴത്തേക്ക് ഈ കളറിലാണ് വെക്കുന്നത്. ചാറ് വേണമെങ്കിൽ ഈ പരുവത്തിൽ ഓഫ് ചെയ്യാം. കുറച്ചുകൂടെ ചാറ് പറ്റി കഴിയണമെങ്കിൽ കുറച്ചുകൂടെ നേരം കഴിഞ്ഞിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പും പുളിയും ഞാൻ നോക്കിയായിരുന്നു, കറക്റ്റാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കക്കൊഞ്ച് മാങ്ങയിട്ട് തേങ്ങ അരച്ച കൂട്ടാൻ പുതിയ ചട്ടിയിൽ നമ്മൾ തയ്യാറാക്കി. ഇങ്ങനെയാണ് ചട്ടി മയക്കുന്നത്. ഉണക്കക്കൊഞ്ചും മാങ്ങയും കൂട്ടാൻ വെക്കുന്നതും ഇങ്ങനെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം.